എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വായനയാണ്. വായനയിൽ നല്ല നല്ല ഒടി വീട്ടുന്ന സമയത്ത് ബുക്ക് സ്റ്റാളുകളിലും ഷോപ്പുകളൊക്കെ ചെന്നാൽ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഒടിവ് കിട്ടുമ്പോൾ നല്ല നല്ല ബുക്ക് സ്റ്റാളുകളൊക്കെ ചില പുസ്തകങ്ങളുടെ ചട്ട എന്തൊരു മനോഹരമായിരിക്കും, കടലാസ് എന്തൊരു ഗ്ലേസിംഗ് ആയിരിക്കും, പെയിൻറ്റിങ് എത്ര ആകർഷണീയമായിരിക്കും. പക്ഷേ ഇതെല്ലാം കണ്ട് വാങ്ങിയാൽ ഒരിക്കലും ഉള്ളടക്കങ്ങൾ അത്രമാത്രം ഉപകാരപ്രദമാവണമെന്നില്ല. ചട്ട കണ്ട് ഉള്ളടക്കം തീരുമാനിക്കരുത്. ഉള്ളടക്കം നോക്കിയിട്ടാണ് പ്രാമുഖ്യം നൽകേണ്ടത്. അവിടെയാണ് അതിൻ്റെ ഏതാനും പേജുകൾ വായിച്ച് ആ പേജുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു തിരിച്ചറിവുണ്ടായിരിക്കും. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പുസ്തകം സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് യുവാക്കളൊക്കെ ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഓൺലൈനിലൂടെ, ഇൻസ്റ്റയിലൂടെ, ചാറ്റിങ്ങിലൂടെ ആ മധുര മനോഹരമായ വാക്കുകൾ, ആ തൊലിയുടെ നിറത്തിൻ്റെ ആകർഷണീയത കണ്ട് ജീവിതത്തിലുടനീളം നീ തന്നെയാണ് എനിക്കെന്ന് പറഞ്ഞെടുക്കരുത്. അവരെക്കുറിച്ച്, അവരെ സ്വഭാവത്തെക്കുറിച്ച് നന്നായി ഒന്ന് അന്വേഷിക്കണം, പഠിക്കണം. എൻ്റെ സ്വഭാവവും ആ സ്വഭാവം തമ്മിൽ മാച്ചാകുമോ ഇല്ലേ, അത് മുന്നോട്ട് പോകുമോ ഇല്ലേ, എൻ്റെ കുടുംബവും ആ കുടുംബം തമ്മിൽ യോജിക്കുമോ, കൾച്ചറൽ യോജിക്കുമോ, അതൊക്കെ തിരയണമെങ്കിൽ രണ്ട് യുവാക്കളുടെ കൂട്ടുകുടുംബത്തിലെ കാരണവന്മാർ, ഉത്തരവാദിത്തപ്പെട്ടവർ നന്നായി പഠിച്ച് വസ്തുനിഷ്ഠമായി വിലയിരുത്തി തീരുമാനമെടുത്താൽ അത് ഒരിക്കലും മോശമാവുകയില്ല. എല്ലാ കുടുംബത്തിലും വിള്ളലില്ലാതിരിക്കുമെന്നല്ല പറഞ്ഞത്. പക്ഷേ കൂടുതലും കുറവും നോക്കിയാൽ നന്നായി പഠിച്ച് ചർച്ച ചെയ്ത് അതിനെല്ലാം വസ്തുനിഷ്ഠമായി എടുത്തതിൽ വെറും പുറംഭാഗം, പുറമേനി മാത്രം നോക്കിയെടുത്ത വിള്ളലുകളെക്കാൾ നന്നായി കുറഞ്ഞിരിക്കും. ഓൺലൈൻ പർച്ചേസിങ് നാളെ തന്നെ നമുക്കത് വലിച്ചെറിയാം, മറ്റൊന്ന് നമുക്ക് തിരിച്ചു വാങ്ങാം, കാശേ നഷ്ടപ്പെടുന്നുള്ളൂ. ഇണയെ തിരഞ്ഞെടുത്താൽ, പ്രത്യേകിച്ച് അതിലൊരു കുട്ടിയോ മറ്റോ ആയിക്കഴിഞ്ഞാൽ, പിന്നീട് ആ കുട്ടി എക്കാലത്തും വേദനിക്കുന്ന എത്ര പ്രയാസകരമാണ്. ഏറ്റവും ശ്രദ്ധ വേണ്ടത് ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോഴായിരിക്കണം. അവിടെ രണ്ട് കുടുംബത്തിലെയും കാരണവന്മാർ കൂടി ചേർന്ന് ചർച്ച ചെയ്ത് നന്നായി പഠിച്ച് മാത്രമേ വൈവാഹിക ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എങ്കിൽ വിള്ളലും പ്രശ്നങ്ങളുമില്ലാതെ നമുക്ക് കുടുംബജീവിതം മുന്നോട്ട് പോകാൻ കഴിയും.